ശരിക്കും നമ്മുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് ഒരു മാലാഖ വന്ന പോലൊരു പ്രതീതിയില്ലേ? വിദേശ മാലാഖ. വിദേശ മാലാഖ അല്ല, മാലാഖ ഇന്ത്യൻ ഇല്ലെന്ന് തോന്നുന്നല്ലേ? മാലാഖമാര് ഒരു ഇന്നസെന്റ് ആണല്ലോ ഇതിനെ കുറിച്ചൊക്കെ അറിവ്. മാലാഖമാര് ഏത് രാജ്യക്കാരാണ്? അവര് ഈ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എല്ലാ മാലാഖമാരും അവിടുന്ന് വരുന്നത്. ആലീസ് മാലാഖ, പിന്നെ ഈ എറണാകുളം ഭാഗത്ത് ഇങ്ങനെ സുബി മാലാഖയുണ്ട്. ആ, അവരാണ് ഇവര് ഇവിടെ വന്നേക്കുന്നത്. സുബി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറ. സുഖമായിട്ടിരിക്കുന്നു. പ്രോഗ്രാമൊക്കെ കുറേയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് തിരക്കുകൾ, വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ആയിട്ട് യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോകും. അതിന്റെ പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട് പരിപാടികളൊക്കെ. സുബിയും ഞാനും ഒക്കെ കുറെ വർഷങ്ങളായിട്ട് ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ സുബിയൊക്കെ ഡാൻസ് ചെയ്യും, ഡാൻസ് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ് ആയിട്ട് വേഷം മാറി വന്നിട്ട് അടുത്ത സ്കിറ്റിൽ പെർഫോം ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് പറഞ്ഞ സുബി അടുത്ത 2 പാട്ടുണ്ട് അതൊന്ന് ആങ്കർ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി സ്റ്റേജിൽ കയറി അത് ആങ്കർ ചെയ്യും. എന്ന് വേണ്ട എല്ലാ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യമില്ല, സ്റ്റേജിന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓൺ ടൈമിൽ ചെയ്യുന്ന ഒരാളാണ് സുബി. സുബിക്ക് ഒരു കുഴപ്പം മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. സുബിയെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 12 മണി പകൽ കഴിഞ്ഞേ വിളിക്കാവുള്ളൂ. സൂര്യോദയം കണ്ടിട്ടില്ല. ലോക്ക്ഡൌണിന്റെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോ 12 മണിക്ക് എന്താ എവിടെ ചോദിച്ചിട്ട് പറഞ്ഞു 12 മണി വരെ സുബി കിടന്ന് ഉറങ്ങുന്നുള്ളത്. ചിലപ്പോ 2 മണി വരെയൊക്കെ ആവുമായിരിക്കും. 2 മണി വരെയൊക്കെ പോകും. അത് എന്തോ എനിക്കങ്ങനെ ശീലമായി. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭക്ഷണം കഴിക്കണേക്കാൾ കൂടുതൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാനാണ്. പിന്നെ ചില രാജ്യങ്ങളിൽ വെച്ച് ഉറങ്ങിയത് കൊണ്ട് അത് ഞങ്ങള് ഒരിക്കൽ അമേരിക്കയിൽ ഒരു പരിപാടിക്ക് പോയിട്ട് രാവിലെ 4 മണിക്ക് എങ്ങാണ്ട് അവിടെ നിന്ന് എണീറ്റ് എയർപോർട്ടിൽ പോകണം. സുബി വാതിലും കൂട്ടിയിട്ട് കിടന്നുറങ്ങിയിട്ട് ആരും എണീക്കുന്നില്ല. അവസാനം ഒരു കാര്യം ചെയ്ത്, നിങ്ങൾ ബാക്കി 12 പേരും പൊക്കോ, സുബി എണീക്കുകയാണെങ്കിൽ കൊണ്ടുവരാന്ന് 1-2 പേരെ അവിടെ ചട്ടം കെട്ടി നിർത്തിയിട്ട് താക്കോലൊക്കെ എടുത്ത് അവര് ഹോട്ടൽ തുറക്കുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറാറായപ്പം നൈറ്റ് ഇട്ടുകൊണ്ട് അമേരിക്ക എയർപോർട്ടിൽ കൊണ്ട് ഓടി വരിക. കാരണം ഒന്നൊരു സമയമില്ല, ഫ്ലൈറ്റ് വിടുന്നതിന് മുമ്പ് സുബിനെ കൂട്ടിക്കൊണ്ട് വരണം. മാത്രമല്ല സുബിയുടെ ഒരു കഥ കൂടി ഉണ്ട്. സുബിയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാണ്. സുബിയുടെ അമ്മ വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. സുബിയുടെ അമ്മയാണ് സുബിയുടെ മാനേജർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആള്. അപ്പോൾ സുബി ഒരിക്കൽ ഞാൻ ഏതോ ഒരു ഷോ, എനിക്കൊരു വലിയ കമ്മിറ്റിക്കാരുടെ ഷോ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇന്ന ഡേറ്റിനാണ് നിങ്ങളുടെ ഫുൾ ടീമിന്റെ ഷോ വേണം. അങ്ങനെ നമ്മളോട് ഒരാൾ ഷോ വേണം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഈ ടീമിലുള്ളവരൊക്കെ ഒഴിവുണ്ടോ എന്ന് നമുക്ക് വിളിച്ചു ചോദിക്കണ്ടേ. എല്ലാവരും തിരക്കുള്ളവരായിരുന്നു. അപ്പോൾ ഞാൻ സുബിയുടെ അമ്മയെ വിളിച്ചപ്പം സുബി മലേഷ്യയിലാണ് ഏതോ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോയിട്ട്. അപ്പം സുബിയുടെ അമ്മ പറഞ്ഞു അവൾക്ക് അവിടെ നമ്പർ എനിക്കറിയില്ല, അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ അവൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ ഈ ഡേറ്റിന്റെ കാര്യം ചോദിച്ചിട്ട് മോനോട് പറയാം. അപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഈ കമ്മിറ്റിക്കാർ എന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി എല്ലാവരുടെയും കാര്യം അറിഞ്ഞു, ഡേറ്റ് കുഴപ്പമൊന്നുമില്ല. സുബിയുടെ അമ്മയെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സുബിയുടെ അമ്മയോട് സംസാരിച്ചു, പറയാമെന്നാ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചു. ഒരു 8-9 മണിയായപ്പോൾ ഈ കമ്മിറ്റിക്കാർ എന്നെ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, രമേശ്, ഞങ്ങളിപ്പം അർജന്റായിട്ടൊരു കമ്മിറ്റി പിന്നെയും കൂടി. ഇപ്പൊ കമ്മിറ്റിയിലുള്ള എല്ലാവരുടെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ, പക്ഷെ സുബിയുടെ അമ്മ പോരാ, സുബി തന്നെ വേണമെന്ന്. ഞാൻ സുബിയുടെ അമ്മയോട് സംസാരിച്ചെന്ന് പറഞ്ഞപ്പോ അവരോർത്ത് ഞാൻ സുബിയുടെ അമ്മയെ കൊണ്ട് പ്രോഗ്രാമിന് പോകാൻ പോടെയാണ്. സുബി തമിഴ് ലേസ എന്നൊക്കെ പറയുന്ന വലിയ തമിഴ് പടത്തിലൊക്കെ ഉള്ള ആളാട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? തൃഷയുടെ ഫസ്റ്റ് മൂവിയായിരുന്നു. തൃഷയുടെ ആദ്യത്തെ പടത്തിൽ തൃഷയുടെ കൂട്ടുകാരത്തിയ സുബി. അത് വേറെ കാര്യം, ചില്ലറ കാര്യമല്ല. അന്നിടക്ക് തൃഷയായിട്ട് മെസ്സേജ് വീഡിയോക്കെ ഉണ്ടായിരുന്നു ഇവര് തമ്മില്. ലേസ എന്നുള്ള സിനിമയിലെ ഹീറോ ആരാ? മാധവൻ. അല്ല, ഞാനും ഉണ്ടായിരുന്നില്ലേ. എന്നെ കാണുമ്പോ മൈൻഡേ ഇല്ല. മാധവനെ കാണുമ്പോ എന്നാ സൗഖ്യമാ, എനിക്കില്ലേ സൗഖ്യമൊക്കെ എന്നോട് ചോദിച്ചൂടെ? ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ രമേശ് ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞ സ്റ്റേജിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടം എന്താണ് ചെയ്യാൻ ഇഷ്ടം? എനിക്ക് എപ്പോഴും ഡാൻസിനോടാണ് എപ്പോഴും ഒരു ക്രേസ് ഉള്ളത്. ഇപ്പൊ പിന്നെ ഡാൻസ് ഒക്കെ കുറവാണ്. പിന്നെ ഉള്ളത് സ്കിറ്റുകൾ ചെയ്യാനായിട്ടാണ് ഇഷ്ടം, ക്യാരക്ടേഴ്സ് പലത് ചെയ്യാനായിട്ടാണ് ഇഷ്ടം. അങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പൊ വേറൊരു ചാനലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര വയ്യായികയുണ്ട്, എന്ത് മൈൻഡ് ഔട്ടാണ്, എന്ത് ടെൻഷൻ, അതെല്ലാം മറന്നിട്ട് ഈ കൈവിട്ടു പോവാന്ന് പറയത്തില്ലേ, ഇത് വേറെ എല്ലാം മറക്കും. പിന്നെ ആ ക്യാരക്ടർ ആവുകയാണ്. അതായത് ബാധ കയറണ പോലെ ചില നേരത്ത് ചില ക്യാരക്ടേഴ്സ് വരുമ്പോ. സുബിക്ക് ദേഷ്യം വന്നാൽ ഈ ബാധ പറഞ്ഞപ്പോഴേ സുബിക്ക് ദേഷ്യം വന്നാൽ സുബി വേറൊരാളാ. കുറച്ച് നേരത്തേക്ക് വിരളൊക്കെ വളച്ച് കട്ടിൽ പൊക്കാൻ വിടമാട്ടയുടെ ലെവലിൽ വരെ വരും. അപ്പോ ഒരു ഷോയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ നന്ദനം എന്ന് പറയുന്ന സിനിമയുടെ സ്കിറ്റാണ്. നന്ദനം സിനിമയുടെ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ സുബിയാണ് ബാലാമണി, ഞാന് ഉണ്ണിയേട്ടൻ.
ഇനി ഒരു കൃഷ്ണനുണ്ട്, ധർമ്മജനാണ് കൃഷ്ണൻ. കൃഷ്ണൻ വന്നിട്ടാണ് എപ്പോഴും പുറകിൽ നിന്ന് ആദ്യം കണ്ണു പൊത്തിയിട്ട് ആരാണെന്ന് പറയാമോ? അപ്പൊ ആരാന്ന് മനസ്സിലായില്ല. ആദ്യത്തെ അക്ഷരം ഉ, അവസാനത്തെ അക്ഷരം ഇൻ. ആ ഉലഖന്നാൻ അല്ല, ഉണ്ണേട്ടൻ എന്ന് പറയുന്നതാണ് സീൻ. അപ്പം സുബി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ജഗന് താ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ വന്ന് പുറകിൽ നിന്ന് കണ്ണുപൊത്തുന്നത്. അപ്പൊ അന്നത്തെ ഷോയ്ക്ക് ഞങ്ങളുടെ ഒരു സ്പോൺസർ പറഞ്ഞു, ആ ചെറുപ്പക്കാരനാണ് ആ സ്പോൺസർ, ഒരു കലാകാരനാണ്, ഇവിടുന്ന് പോയിട്ട് അവിടെ സെറ്റിലാണ്, അത് ഞാൻ ചെയ്തോട്ടെ ആ കൃഷ്ണന്റെ വേഷം എന്ന് ചോദിച്ചു. അപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് വായനയ്ക്കാൽ മതി, അയാളോട് അത് ചെയ്തോളാൻ പറഞ്ഞു. കണ്ണടൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ് ഈ സ്പോൺസർ. ഈ കൃഷ്ണൻ വരുമ്പോൾ നല്ല പുകയൊക്കെ ഇടും സ്റ്റേജിൽ. പുക മാറുമ്പോൾ അതിനകത്താണ് കൃഷ്ണൻ നിൽക്കുന്നത്. ഈ സ്കിറ്റ് കഴിഞ്ഞു, പിന്നെ സ്പോൺസർ ഉണ്ണാൻ വരുന്നിടത്ത് ഒന്നും, ഇയാൾക്കൊരു മൗനമാണ് ഇയാളുടെ മുഖത്ത്. ഇയാൾ ഉണ്ണുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഇങ്ങനെ ഒറ്റ ഇരിപ്പാണ്. ഈ സ്പോൺസർ, ഈ കൃഷ്ണൻ കളിക്കാൻ വന്ന ആള്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ഈ കൃഷ്ണനായിട്ട് ജഗന്റെ താന്നൊക്കെ ഈ പുക ഇട്ടിട്ടുകൊണ്ട് ഇവൻ കണ്ണട വെച്ച ആളാ. അപ്പൊ ഞാൻ കയറുന്നതിന് തൊട്ടും പറഞ്ഞു, മോനെ കണ്ണട വെച്ചോണ്ട് കയറില്ല കേട്ടോ, ശ്രീകൃഷ്ണന്റെ വേഷമല്ലേ എന്ന് പറഞ്ഞപ്പോ ഇവന് ഈ കണ്ണട ഊരിയപ്പോ തന്നെ ഇവന് ചെറിയ സ്റ്റേഷൻ പോയി ഇവന്റെ. ഒപ്പം പുകയും കൂടെ തള്ളിയിട്ടു. ഈ തള്ളിയിട്ട് പുകയിൽ ഇവൻ ഇരുട്ടത്ത് വന്ന് ദുഃഖിച്ചിരിക്കുന്ന സുബീനെ ഇങ്ങനെ തപ്പിയിട്ട് ബാക്കിൽ നിന്ന് ഇവൻ കണ്ണു പൊത്തിയപ്പോ ഇവനൊരു പിടുത്തം പിടിച്ചിട്ട് സുബിയുടെ കോണ്ടാക്ട് ലെൻസ് വളഞ്ഞ് കണ്ണിന്റെ മേളിയിട്ട് കുത്തി കയറി. കോണ്ടാക്ട് ലെൻസ് ഇങ്ങനെ കയറിയിട്ടാണ് കൊളപ്പുള്ളി അപ്പം നിൽക്കുന്ന പോലെയാണ് ബാലാമണി നിൽക്കുന്നത് സ്റ്റേജിൽ നിന്നിട്ട്. ആ റെക്കോർഡിംഗ് ഐറ്റമാണല്ലോ. അപ്പൊ സുബി ഉണ്ണിയേട്ടൻ എപ്പോ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അഭിനയിക്കണം. സുബി എന്തെന്നറിയാവോ, അഭിനയിക്കുന്നത് ദൂരെ നിന്ന് ആൾക്കാർ കണ്ട കറക്റ്റ് പ്രണയമാണേലും അവനെ ചീത്ത എന്ന് പറഞ്ഞ, എടോ താൻ എന്നാ നോക്കിയാടോ ഇത് പിടിച്ചത്, എന്റെ ഉണ്ണിയേട്ടനെ കണ്ട താനിക്കൊക്കെ എന്തിനാടോ എന്റെ കണ്ണെ കുത്തി പിടിച്ചത്. സ്റ്റേജിൽ ലൈവായിട്ട് അവനെ 5 മിനിറ്റ് ചീത്ത വിളിക്കുന്നു. അഭിനയം കംപ്ലീറ്റ് മറ്റേ എന്റെ ഉണ്ണിയേട്ടൻ, എന്റെ ബാല എന്നെ വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ടെന്നൊക്കെ, താൻ കിണിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഈ സ്പോൺസറിന്റെ ദുഃഖത്തിന്റെ കാരണം. വീടുണ്ടാക്കുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആംബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നടത്താനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് വെച്ചപ്പോൾ ഒരു നല്ല വീട് വെക്കാനൊക്കെ പറ്റി. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ മെന്റലി ആണെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്തത്, പ്രോഗ്രാംസ് കൂടുതൽ പിടിച്ചത്, പ്രോഗ്രാംസിന് നല്ല പേയ്മെന്റ് തന്നത് ഒക്കെ ഈ രാജാവാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അന്ന് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വരുത്തി തന്ന ഒരു ആള് പിഷാരടിയാണെന്ന് തന്നെ പറയാം. അത് നിർത്തിക്കൊണ്ട് പറയുന്നതല്ല, ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യവും കൂടിയാണ്. എന്ത് പേരാണ് വീട്ടിട്ടത്? എന്റെ വീടിന് എന്റെ വീട് എന്നുള്ള പേരാണ് സജസ്റ്റ് ചെയ്തത്. വിളിച്ചിട്ട് ചോദിച്ചു എന്റെ വീടിന് എന്ത് പേരിടുമെന്ന് ചോദിച്ചു. ഞാൻ എന്റെ വീട് നിട്ടോളാൻ പറഞ്ഞു. So we are really happy to have you here, ചേച്ചി. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. സമ്മാനമൊക്കെ തരുമല്ലേ? അതെ, ഉണ്ട്. അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നസെൻ്റായിട്ട് കഴിഞ്ഞ ഓണത്തിനൊരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ചോദിച്ചു, ആലീസ് ചേച്ചി എന്തെടുക്കുന്നു എന്ന് ചോദിച്ചു. വെറുതെ മനുഷ്യൻ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു വെറുതെ മൂഡൗട്ട് ആക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ വെറുതെ അവരെ നോക്കിയതാ. ഇതിൽ ചില ആണുങ്ങള് സത്യല്ലേ എന്നുള്ള നിലയ്ക്ക് അവര് തലകുലുക്കണു. അതായത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കരുതെന്ന്. ആലീസ് ഞാൻ വളരെ സന്തോഷമായിട്ട് ഇവരുടെ അടുത്ത് വർത്താനം പറയാമെന്ന് നിങ്ങൾ ആനീഷ് അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ട്. പക്ഷെ എനിക്ക് അവള് ദൈവട്ടാ. 2 പതിറ്റാണ്ടിലധികമായി മലയാളത്തിന്റെ ചിരിവേദികളിൽ ഡയാന പറഞ്ഞതുപോലെ അവിടെ ഒരു സ്ത്രീയെ ആവശ്യം വന്നാൽ മിക്കവാറും ആണുങ്ങൾ പെൺവേഷം കിട്ടി ചെയ്യുമായിരുന്നു. അവിടെ ആ ലെവലിൽ പെർഫോം ചെയ്യാൻ കൃത്യമായി എത്തി ഒരുപാട് നല്ല ഷോകളുടെ ഭാഗമായിട്ടുള്ള ആളാണ് സുബി. ഒറ്റയ്ക്കുള്ള ടെലിവിഷൻ ഷോകൾ വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സുബി എന്ന കലാകേരളത്തിന് ഒരുപാട് നല്ല ചിരി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. അതിന്റെ ആദരവെന്നോണം ഫണ്ട്സ് അപ്പോൺ എ ടൈം ഇപ്പോൾ സുബിക്ക് ഒരു ചെറിയ ഉപഹാരം കൊടുക്കുന്നു, സ്വീകരിക്കുക.